സഹായത്തിന് വേറെ ആരുമില്ലല്ലോ. എനിക്ക് പാവം തോന്നി. അതുകൊണ്ട് ചെറിയമ്മ അയാൾക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്കറിയാലോ ഇവിടെയുള്ള രണ്ടെണ്ണത്തിൻ്റെ കാര്യം. അവരെ വിട്ടാൽ ചിലപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് അവർ അടി കിട്ടും. മോൾ അതുകൊണ്ട് പോയി കൊടുക്കണം. ഡെവിക്ക് പനിയാണ് എന്നറിഞ്ഞതും അനുവിൻ്റെ ഉള്ളമൊന്ന് തുടിച്ചു. എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും അവന് നൊന്താൽ അവനേക്കാൾ അവൾക്ക് നോവും. ഒന്നും ആലോചിക്കാതെ അനു അവർക്ക് മറുപടിയും കൊടുത്തു. ശരി, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ചെറിയമ്മ കഞ്ഞിയെടുത്ത് വെച്ചോളൂ. ഞാൻ ഡ്രസ്സ് മാറിയതിനു ശേഷം വന്നോളാം. ശരി മോളെ. അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ചെറിയമ്മ താഴേക്ക് പോയി. അനു വേഗം അവളുടെ ഡ്രസ്സ് മാറ്റി വേറെ ഒന്ന് എടുത്തിട്ടു. എത്രയും പെട്ടെന്ന് ഡെവിയെ കണ്ടാൽ മതിയെന്ന് അവൾക്കുണ്ടായിരുന്നു. അനു നേരെ കിച്ചണിലേക്ക് പോയി. അവിടെ ചെറിയമ്മ പാത്രത്തിലാക്കി വെച്ചിരുന്ന കഞ്ഞിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമയം 7 ആയിരുന്നു. മോളെ, ഈ സമയത്ത്? പുറത്ത് പരന്നു കിടക്കുന്ന ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവർ ആവലാതിയോടെ പറഞ്ഞു. ചെറിയമ്മ പേടിക്കേണ്ട, ഞാൻ വേഗം വരാം. അവരെ നോക്കി പറഞ്ഞതിന് ശേഷം അനു വേഗം കഞ്ഞിയുമായി ഡെവിയുടെ വീട്ടിലേക്ക് പോയി. ഗേറ്റ് തുറന്നകത്തേക്ക് കടക്കുമ്പോഴും മഴ ചാർന്നുണ്ടായിരുന്നു. അവൾക്ക് എത്രയും പെട്ടെന്ന് ഡെവിയെ കണ്ടാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അകത്തേക്ക് കയറി നിന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴും അനുവിൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു. 3 പ്രാവശ്യം കോളിംഗ് ബെൽ അടിച്ചിട്ടും ഡോറ് തുറക്കാതെ ആയപ്പോൾ അനു പതിയെ കതക് തള്ളി തുറന്ന് അത് തുറന്നു വന്നു. അനു ടെൻഷനോടെ വീട് മുഴുവൻ നോക്കിയതും താഴെ ആരുമില്ലെന്ന് മനസ്സിലായി. കഞ്ഞി അവിടെയുള്ളൊരു ടേബിളിൽ വെച്ച് അവൾ ടെൻഷനോടെ സ്റ്റെപ്പുകൾ ഓരോന്ന് കയറാൻ തുടങ്ങി. മുകളിലെ നിലയിൽ ലൈറ്റ് കാണുന്ന അവളുടെ മുറിയിൽ അവളുടെ കണ്ണിലുടക്കിയതും ഉടനെ അനു അതിനടുത്തേക്ക് പോയി. മുറിയുടെ ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അനുവിൻ്റെ കണ്ണ് ആദ്യം പതിഞ്ഞത് ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഡെവിയിലായിരുന്നു. അത് കണ്ടതും ടെൻഷനും സങ്കടവും അവളെ വന്നു പൊതിഞ്ഞു. ഓടിയവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇച്ചായ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ കൈവച്ചതും പൊള്ളുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ നെറ്റിയിൽ നിന്ന് കൈയെടുത്തു അവൾ. വേഗം അകത്തേക്ക് പോയൊരു തുണി നനച്ചെടുത്ത് അവൻ്റെ നെറ്റിയിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ടും സമാധാനം വരാത്തത് കൊണ്ട് അനു ആ മുറിയിൽ തന്നെ അവനെ നോക്കി നിന്നു. അവൻ പുതച്ച പുതപ്പ് മാറ്റി മറ്റൊരു കട്ടിയുള്ള പുതപ്പ് പുതപ്പിച്ചു. പിന്നെ അടിക്കടി നനഞ്ഞ തുണി മാറ്റിയിട്ടു. പനിച്ചു ബോധമില്ലാതെ അവനെ കാണി അനുവിന് വല്ലാത്ത വേദന തോന്നി. ടെൻഷനോടെ അനു ആ മുറിയുടെ നടന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞതും അവൻ്റെ ശരീരത്തിലെ ചൂട് പതിയെ കുറഞ്ഞു വന്നു. അനു ആശ്വാസത്തോടെ അവൻ്റെ കവിളിൽ കൈ ചേർത്തു. ഇച്ചായ? അനു അവൻ്റെ കവിളിൽ പതിയെ തട്ടി വിളിച്ചതും ഡെവി തൻ്റെ കണ്ണുകൾ പതിയെ വലിച്ചു തുറന്നു. തൻ്റെ മുൻപിൽ ടെൻഷനോടെ നിൽക്കുന്ന അനുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ അവശതയിലും ഒന്ന് വിടർന്നു. എഴുന്നേൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അനു പതിയെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. ഡെവി അവൾ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റിനോട് ചേർന്നിരുന്നു. അനു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തു. എന്നിട്ട് ആദ്യം അവൻ്റെ മുഖമൊന്ന് തുടച്ചു കൊടുത്തു. പിന്നെ ടേബിളിൽ വെച്ചിരുന്ന കഞ്ഞിയെടുത്തു. ഡെവി അനുവിനെയും അവളുടെ പ്രവൃത്തിയെയും നോക്കി നിന്നു. അവൾ പതിയെ പാത്രത്തിലെ കഞ്ഞി ഒരു സ്പൂണ് കൊണ്ട് കോരി അവൻ്റെ ചുണ്ടിലേക്ക് ചേർത്തു. ആദ്യമൊന്ന് പകച്ചുവെങ്കിലും ഡെവി അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ആ കഞ്ഞി കുടിച്ചു. അനുവാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ കഞ്ഞി അവനെ കോരിക്കൊടുത്തുകൊണ്ടിരുന്നു. അവനും ഒരു ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് കഞ്ഞി കുടിച്ചു. കുറച്ച് കുടിച്ചതും അവന് മതിയായി. എന്നാൽ കൂർപ്പിച്ചുള്ള നോട്ടത്തിലൂടെ അനു അവനെ കൊണ്ട് കഞ്ഞി മുഴുവൻ കുടിപ്പിച്ചു. കഞ്ഞി മുഴുവൻ കുടിപ്പിച്ചതിന് ശേഷം അവൾ തന്നെ അവന് പനിയുടെ ഒരു ഗുളികയും കൊടുത്തു. പിന്നെ പതിയെ അവനെ ബെഡിൽ പിടിച്ച് കിടത്തി. അനു അവനെ ഒന്ന് നോക്കി. എപ്പോഴും ഗൗരവത്തോടെ നടക്കുന്ന ആളാണ്. ഇപ്പോൾ പനി കൊണ്ട് മുഖത്താകെ ക്ഷീണം ബാധിച്ചിരിക്കുവാണ്. കണ്ണുകൾ കുഴിഞ്ഞ് മുഖമാകെ വല്ലാതെ. അവൻ്റെ അവസ്ഥ കാണി അവൾക്കാകെ ഒരു അസ്വസ്ഥത തോന്നി. അനു, ഞാൻ... ഡെവി എന്തോ പറയാൻ വന്നപ്പോഴേക്കും അനു അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താണെങ്കിലും രാവിലെ സംസാരിക്കാം. ഇപ്പം നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. നന്നായി റെസ്റ്റ് എടുക്ക്. എഴുന്നേൽക്കാൻ തുനിഞ്ഞ് അവനെ പിടിച്ച് ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അനു പറഞ്ഞു. ഞാൻ നിന്റെ മടിയിൽ കിടന്നോട്ടെ? തന്നെ നോക്കി അവശതയിൽ പറയുന്ന ഡെവിയെ കണ്ടതും അനുവിന് പാവം തോന്നി. അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ ബെഡിലേക്കിരുന്നു. ഡെവി അവളുടെ മടിയിലേക്ക് അവൻ്റെ തല എടുത്തു വെച്ചു. പതിയെ അവൾ അവൻ്റെ തലയിൽ തലോടിയതും ഡെവി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് വയറിലേക്ക് മുഖം പൂഴ്ത്തി. അനു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവൻ്റെ തലയിൽ തലോടി തുടങ്ങി. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ഒന്നുകൂടെ അവളോട് ചേർന്ന് കിടന്നു. അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു.
അവളുടെ കരുതലിലും തലോടലിലും അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് അവൾ നോക്കി നിന്നു. അവൻ്റെ അനക്കമൊന്നും അറിയാതെ ആയതും അവൾ തല താഴ്ത്തി നോക്കി. ഡെവി നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഉറങ്ങിയതിനു ശേഷം അനു അവൻ്റെ തലയെടുത്ത് നേരെ കിടത്തി. പിന്നെ നന്നായി പുതപ്പിച്ചു കൊടുത്തു. കുറച്ചു നേരം അവനെ നോക്കി അടുത്ത് തന്നെ ഇരുന്നു. അപ്പോഴാണ് ഫോണിൽ നോട്ടിഫിക്കേഷൻ്റെ ശബ്ദം കേട്ടത്. വേഗം വന്ന് ഫോൺ എടുത്ത് നോക്കിയതും സമയം 10:30 കഴിഞ്ഞിരുന്നു. ചെറിയമ്മയുടെ 4 മിസ്ഡ് കോൾ. ഭഗവതി, ഇത്രയും സമയമായോ? അവൾ ഉറങ്ങിക്കിടക്കുന്ന ഡെവിയെ ഒന്ന് നോക്കി. പതിയെ അവൻ്റെ നെറ്റിയിൽ ഒന്ന് തൊട്ടു നോക്കി. പനി മാറിയെന്ന് ഉറപ്പിച്ചു. പിന്നെ പതിയെ അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഒന്നുകൂടെ അവനെ നോക്കിയതിനു ശേഷം മനസ്സില്ലാ മനസ്സോടെ അവൾ പതിയെ പുറത്തേക്ക് നടന്നു. പിന്നെ അകത്തേക്ക് പോയി ലൈറ്റ് ഓഫ് ചെയ്തു. അവൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും ചെറിയമ്മയോട് എന്ത് പറയും? ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ശരിയാവില്ല. അവൻ്റെ നെറ്റിയിൽ ഒന്നുകൂടെ ചുംബിച്ചതിനു ശേഷം അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും മനസ്സ് നിറയെ ഡെവിയായിരുന്നു. അവൻ്റെ പനി വിട്ടുവെങ്കിലും അവൾക്കൊട്ടും സമാധാനമില്ലായിരുന്നു. നേരെ വീട്ടിലേക്ക് ചെന്നതും ചെറിയമ്മ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താനു, എത്ര നേരമായി നീ പോയിട്ട്? നിന്നെ തിരക്കി വരാൻ നിന്നതാ ഞാൻ. അപ്പോഴാ അത് നിങ്ങളുടെ MD ആണെന്ന് പിള്ളേർ പറഞ്ഞത്. ഇപ്പം MDക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലമ്മ ചെറിയമ്മേ എന്ന് പറഞ്ഞ് അവൾ വേഗം അകത്തേക്ക് കയറി. തൻ്റെ മുറിയിലെത്തിയതും അനു ബാൽക്കണി ഡോറ് തുറന്ന് ഡെവിയുടെ മുറിയിലേക്ക് നോക്കി. അവിടെ ലൈറ്റ് ഓഫാണ്. അവൻ നല്ല ഉറക്കത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇപ്പോൾ മുറിയിൽ ലൈറ്റിൽ തെളിഞ്ഞേനെ. പനിച്ചു കിടക്കുന്ന ഡെവിയുടെ മുഖമാണ് അവളുടെ മനസ്സിൽ. അവനെ തനിച്ചാക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അവൾക്ക്. അന്ന് ചെറിയമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴും അനു താഴേക്ക് പോയില്ല. ആ ബാൽക്കണിയിൽ തന്നെ അവൻ്റെ മുറിയിലേക്ക് നോക്കി അവളിരുന്നു. എപ്പോഴോ ആ ഇരുപ്പിൽ അവളുടെ കണ്ണടഞ്ഞുപോയി. രാവിലെ പെട്ടെന്ന് ഉറക്കം ഞെട്ടി ഉണർന്നതും അവൾ ഫോണെടുത്ത് സമയം നോക്കി. വെളുപ്പിന് 5 മണി. അനു വേഗം പോയി കുളിച്ച് ഫ്രഷായി നേരെ കിച്ചണിലേക്ക് പോയി. കുറച്ച് പൊടിയരിയെടുത്ത് കുക്കറിൽ കഞ്ഞി വെച്ചു. പിന്നെ കുറച്ച് ചുക്ക് കാപ്പിയും കഞ്ഞിയും കാപ്പിയും എടുത്ത് റെഡിയാക്കി അവൾ നേരെ രവിയുടെ വീട്ടിലേക്ക് പോയി. അപ്പം സമയം 6 എന്നാൽ അടുക്കളയിലേക്ക് വന്ന് ചെറിയമ്മ കഞ്ഞിയുമായി പോകുന്ന അനുവിനെ സംശയത്തോടെ നോക്കി നിന്നു. കഞ്ഞിയും ചുക്ക് കാപ്പിയുമായി അവൾ അവൻ്റെ വീട്ടിലേക്ക് നടന്നു. അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് തുറന്നുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. രാവിലെ അവൻ്റെ റൂമിൽ ലൈറ്റ് കാണാത്തത് കൊണ്ട് തന്നെ മരുന്നിൻ്റെ സഡേഷനിൽ ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് അവൾക്കുറപ്പായിരുന്നു. സിറ്റ് ഔട്ടിലേക്ക് കയറി ഹാളിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. വേഗം തന്നെ സ്റ്റെയറും കയറി അവൻ്റെ മുറിയിലേക്ക് നടന്നു. കതകടച്ച് കിടക്കുന്നത് കണ്ടതും മുറി തുറന്ന് അകത്തേക്ക് കയറി. ആദ്യം അവളുടെ കണ്ണുകൾ പരതിയത് ഡെവിയെ ആയിരുന്നു. തലയണയും കെട്ടിപ്പിടിച്ച് ശാന്തമായി ഉറങ്ങുന്ന ഡെവിയെ കണ്ടതും അവളിൽ ഒരാശ്വാസം നിറഞ്ഞു. അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് പോയി. പതിയെ അവൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കിയതും പനി പൂർണ്ണമായും വിട്ടിരുന്നു. പതിയെ അനു അവൻ്റെ അടുത്തേക്കിരുന്നു. പനി കൊണ്ട് അവൻ്റെ മുഖം ക്ഷീണിച്ചിരുന്നു. എന്നാലും വല്ലാത്ത ഭംഗിയാണ് കാണാൻ. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ മനസ്സിൽ ചിന്തിച്ചു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവൻ്റെ നീണ്ട മുടിയിഴകൾക്ക് വല്ലാത്ത ഭംഗി തോന്നി. പതിയെ അവളുടെ കണ്ണുകൾ ഷർട്ടിനിടയിലൂടെ കാണുന്ന അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് പോയി. അവിടെ പിണഞ്ഞു കിടക്കുന്ന അവൻ്റെ പൊന്നിൻ കുരിശ് കണ്ടതും ഒരു തരം കൊതിയോടെ അവൾ അതിലേക്ക് നോക്കി നിന്നു. വല്ലാത്ത അസൂയ തോന്നി അവൾക്കതിനോട്. പെട്ടെന്ന് അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവൻ്റെ നെറ്റിയിൽ പ്രണയത്തോടെ ഒന്നുകൂടെ ചുംബിച്ചു. അനുപതിയെ അവനിൽ നിന്ന് അടർന്നു മാറി. എന്നാൽ പെട്ടെന്ന് അവളുടെ വലത്തെ കയ്യിൽ ഒരു പിടി വീണു. തല ഉയർത്തി നോക്കി അനു കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന ഡെവിയെയാണ്. അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞപ്പോൾ കള്ളം പിടിക്കപ്പെട്ട കുട്ടികളുടെ ഭാവമായിരുന്നു അവൾക്കപ്പോൾ. ഞാൻ കാപ്പിയെടുക്കാം എന്ന് പറഞ്ഞ അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ അനു വേഗം കാപ്പിയെടുത്ത് കപ്പിലേക്ക് പകർത്തി. ഞാൻ പല്ല് തേച്ചിട്ടില്ല എന്ന് ഡെവി പറഞ്ഞപ്പോഴേക്കും ഡെവിയുടെ കയ്യിലേക്ക് അവൾ ആ കാപ്പിയുടെ കപ്പ് വെച്ച് കൊടുത്തിരുന്നു. എന്നിട്ട് വേഗം മുറിക്ക് പുറത്തേക്ക് പോയി. അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ഒരു ചിരിയോടെ അവൻ ആ കാപ്പി ചുണ്ടോട് ചേർത്തു. അത് കുടിച്ചു കഴിഞ്ഞതും വല്ലാത്തൊരാശ്വാസം തോന്നി അവന്. പിന്നെ വേഗം ഒരു ടവലെടുത്ത് ബാത്റൂമിലേക്ക് പോയി. പനിച്ചത് കൊണ്ട് ശരീരം നന്നായി വിയർത്തിരുന്നു. ഒന്ന് നന്നായി കുളിച്ചപ്പോഴാണ് ആ മുഷിച്ചിലൊന്ന് മാറിക്കിട്ടിയത്. ഡെവിയുടെ മുറിയുടെ ഡോറിനോട് ചേർന്ന് നിന്ന് അനുശ്വാസം ആഞ്ഞു വലിച്ചു. സത്യത്തിൽ അപ്പോഴാണ് അവൾക്ക് ആശ്വാസം കിട്ടിയത്. കൊടുത്ത ഉമ്മയെക്കുറിച്ച് അവന് തന്നോട് എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതിയെങ്കിലും ഒന്നും ചോദിക്കാത്തത് അവൾക്ക് സമാധാനമായിരുന്നു. പിന്നെ വേഗം കഞ്ഞൊരു പ്ലേറ്റിലേക്കാക്കി
ഒരു സ്പൂണും കുറച്ച് അച്ചാറും എടുത്ത് അവൻ്റെ മുറിയിലേക്ക് നടന്നു. വേഗം കുളി കഴിഞ്ഞൊരു ഷോർട്സ് മാത്രം ധരിച്ച് പുറത്തേക്ക് വരുന്ന ഡെവിയെ കാണി അനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ ഉറച്ച ശരീരവും ആ പൊന്നിൻ കുരിശുമാലയും അവൾ കൊതിയോടെ നോക്കി നിന്നു. പെട്ടെന്ന് അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി. കഞ്ഞി? അനുവിൻ്റെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. കഞ്ഞിയുമായി അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അനു. കഞ്ഞി വെച്ച് തിരിഞ്ഞപ്പോഴേക്കും അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. എന്തിനാ അനു എന്നോടുള്ള നിന്റെ പ്രണയം ഇങ്ങനെ ഒളിക്കുന്നത്? ഈ മനസ്സ് നിറയെ എന്നോടുള്ള പ്രണയമാണെന്ന് എനിക്കറിയാം. അതൊരിക്കൽ എല്ലാ അർത്ഥത്തിലും അനുഭവിച്ചറിഞ്ഞതാ ഞാൻ. നിന്റെ ആയുസ് തീരുന്നത് വരെ നീ എന്നെ പ്രണയിക്കും. നിന്റെ മരണം കൊണ്ടല്ലാതെ നീ എന്നെ വിട്ടുപിരിയില്ല എന്ന് പറഞ്ഞത് മറന്നുപോയോ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഡേവിഡ് ആ വാക്കുകൾ പറഞ്ഞതും അനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ കണ്ണിൽ അലയടിക്കുന്ന പ്രണയം മാത്രമായിരുന്നു ആ നിമിഷം അവളുടെ മുൻപിലുണ്ടായിരുന്നത്. പറയാനു, നീ മറന്നുപോയോ? അവൻ അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു ചോദിച്ചതും അനു അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അതെ, പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇച്ഛായനില്ലാതെ തനിക്കൊരു ജീവിതമില്ല. ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലാണ്. എന്നാൽ പെട്ടെന്ന് അനുവിൻ്റെ മനസ്സിലേക്ക് ഭൂതകാലത്തിൻ്റെ ഓരോ ചിത്രങ്ങളായി തെളിഞ്ഞു വന്നു. ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം വന്നു നിറഞ്ഞു. മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവനെ നോക്കാതെ അവൾ മുഖം തിരിച്ചു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്നെ വിട്, എനിക്ക് പോവണം. നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ അവൻ്റെ കയ്യിൽ നിന്ന് കുതറിക്കൊണ്ട് അനു പറഞ്ഞു. എന്നാൽ ഡെവി അവളെ വിടാതെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. നിന്റെ മനസ്സ് നിറയെ എന്നോടുള്ള പ്രണയമാണെന്ന് എനിക്കറിയാം അനു. പിന്നെന്തിനാ നീ എന്നിൽ നിന്ന് അകലുന്നത്? ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്. സത്യം അന്വേഷിക്കാതെ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടും വേദനിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ നീയില്ലാതെ ഇനിയൊരു നിമിഷം ഡേവിഡിനെ കൊണ്ട് സ്വസ്ഥമായി സമാധാനമായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ ജീവിതം പോലും നീയാണ്. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മനസ്സറിഞ്ഞ് പശ്ചാത്താപിക്കുകയും ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിന്നെ പ്രണയിച്ചുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാനും മാത്രമേ ഇനി എന്നെ കൊണ്ട് പറ്റുവനു. നിന്റെ സമ്മതം മാത്രം മതി എനിക്ക്. ഈ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് പോലും വരാതെ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ആ കണ്ണുകളിൽ നോക്കി പ്രണയത്തോടെ അതിലുപരി നിറഞ്ഞ കണ്ണുകളോടെ ആത്മാർത്ഥമായി പറയുന്ന ഡെവിയുടെ മുഖം കാണി അനുവിൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. ഇതുവരെ അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന ദേഷ്യത്തിന് പകരം വല്ലാത്തൊരു തരം സങ്കടം അവളെ വന്നു പൊതിഞ്ഞു. അവളുടെ മനസ്സ് നിറയെ അവൻ്റെ വാക്കുകളിൽ തെളിഞ്ഞു നിന്നു. എന്നാൽ അതേസമയം അവളെ മറ്റൊന്ന് ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രണയം തന്നോട് ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധം കൊണ്ട് ഉടലെടുത്തതാണെങ്കിൽ അതിനധിക നാൾ ആയുസ്സുണ്ടാവില്ല. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകെ ആ പ്രണയത്തിന് മങ്ങലേൽക്കും. ആഗ്രഹിച്ച ജീവിതം കിട്ടാതിരിക്കുന്നതിനേക്കാൾ വേദനയാണ് കൈപ്പിടിയിലെത്തി സ്വന്തമാക്കിയ പ്രണയം കൈവിട്ടു പോകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇനിയൊരു വേർപാട് കൂടി താങ്ങാൻ തന്നെ കൊണ്ട് സാധിക്കില്ല. ഇനിയും ആ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് പകുതി വഴിക്ക് തിരിഞ്ഞോടാനാണെങ്കിൽ അതിന് അനുരാധയ്ക്ക് സമ്മതമല്ല. കാരണം അത്രത്തോളം അനുരാധ ഡേവിഡിനെ പ്രണയിക്കുന്നുണ്ട്.